ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം 55 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവാരം നിമിത്തവും ദുഷ്ടൻ്റെ പീഡന നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞെരുങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതി എൻ്റെ മേൽ വീടിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ കുടുംബത്തിൽ, ദാവീദിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു വിഷയമാണ്. തൻ്റെ മകനായ അമ്നോൻ മുഖാന്തരം തൻ്റെ കുടുംബത്തിൽ നടന്ന വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനാണ് ദാവീദിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നല്ല രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തനാണ്. അതിനപ്പുറമായി നല്ല രീതിയിൽ ആരാധിക്കുന്ന, സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭക്തനാണ്. എന്നാൽ ഇവിടെ ദാവീദ് രാജാവ് നിലവിളിക്കുകയാണ്, ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്, എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ, എൻ്റെ പ്രാർത്ഥന നീ ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. അങ്ങനെയുള്ള ഒരു വാക്ക് അത് ചെറിയ വാക്കല്ല. ആ വ്യക്തി തകർന്ന് തരിപ്പണമായിരിക്കുന്ന വേളയിൽ തൻ്റെ വിഷയത്തിന് മേൽ മനുഷ്യനിൽ ആശ്രയിക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ തൻ്റെ വിഷയത്തിന് മേൽ മനുഷ്യനോട് പറയുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ ഒരു ഭക്തന് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. നാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അനുഭവമുണ്ട്. ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കണ്ണുനീർ വരുന്നു? ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നില്ലയോ? ദൈവമേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ പലരും ചിന്തിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ, ശോധനകൾ വരുന്നത് അത് നമ്മെ തകർത്തു കളയുവാനല്ല, നമ്മെ പണിഞ്ഞ് മേന്മയുള്ള വസ്തുവാക്കി മാറ്റുവാനാണ്. നമ്മുടെ കഷ്ടതകൾ, ഭാരങ്ങൾ വരുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ പറയുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. നിൻ്റെ വിശ്വാസമോ ഭംഗം വരുകയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, സുഖസന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പാതറിടലേ, കണ്ണുനീരിലും നീ തളർന്നിടല്ലേ, ഞാനെന്നും നിൻ്റെ ദൈവം.
നീ എന്നും എൻ്റേതാണേ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. നമ്മൾ ശിമിയോൻ്റെ ജീവിതം നോക്കിയാൽ, പത്രോസിൻ്റെ ജീവിതം നോക്കിയാലും കാണുവാൻ സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത ഒരു ശിമിയോൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിലും തകർന്നിരിക്കുകയാണ്. എന്നാൽ നിൻ്റെ ഹൃദയമായ പടകിൽ ഇന്ന് നീ യേശുവിനെ ഒന്ന് കയറ്റുവാൻ, യേശുവിനെ നിൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുവാൻ നീ തീരുമാനമെടുത്ത്, കർത്താവേ, അങ്ങൻ്റെ രക്ഷകനാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് അങ്ങ് 3-ാം ദിവസം ഉയർത്തു, അങ്ങ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, വീണ്ടും ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ തിരിച്ചു വരുമെന്ന്, വീണ്ടും വരുമെന്ന് ആര് വിശ്വസിക്കുന്നുവോ? കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അവിടുന്ന് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായി എന്ന്. അതേ അങ്ങ് ഞാൻ തകരപ്പെടേണ്ടിടത്ത്, ഞാൻ തകർക്കപ്പെടേണ്ടിടത്ത് അവിടുന്ന് എനിക്ക് വേണ്ടി യാഗമായി മാറി. കർത്താവേ, ഇന്നങ്ങേ എൻ്റെ രക്ഷകനും നാഥനുമായെന്ന് ആര് സ്വീകരിക്കുന്നുവോ, അതെ, ഇന്ന് രക്ഷയുടെ അനുഭവം, ഇന്ന് സന്തോഷം നിൻ്റെ ഹൃദയത്തിൽ അതേ കടന്നു വരും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിലും തകർച്ചയുടെ അവസ്ഥയിലാണോ, നാം ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ അത് നാം സ്വീകരിക്കുവാൻ തീരുമാനമെടുക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലിനെ, സ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. വേദപുസ്തകത്തിൽ അനേക അവസരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതേ ദൈവത്തോടു കൂടെ നടന്നു, താൻ സംസാരിച്ചു. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നീ എനിക്ക് എന്ത് തരും, എന്ത് കിട്ടുമെന്നുള്ള ചോദ്യം. അത് തകർന്നു തരിപ്പണമായിരിക്കുന്ന നിരാശയിലാണ് അബ്രഹാം ചോദിച്ചത്. എന്നാൽ അതേ ശിമിയോനും കൂട്ടരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അവൻ ഗനസോരം തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കിത്തിരിക്കയാൽ മത്സ്യബന്ധനത്തിന് പോയി വല കഴുകിയായിരുന്ന 2 പടകുണ്ടായിരുന്നു. അതിൽ ഒരു ശിമിയോനുള്ള പടകിൽ കയറി അല്പം നീക്കണമെന്ന് പറഞ്ഞു. യേശു പുരുഷാരത്തോട് സംസാരിച്ച് തീർന്നതിന് ശേഷം, ശിമിയോനെ, നീ ആഴത്തിലേക്ക് വലയിറക്കുവിനെന്ന് പറയുവാനിട വന്നു. ശിമിയോൻ, നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിൽ നിൻ്റെ വാക്കിന് വലയിറക്കാം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാഥ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ച് ഈ പ്രോഗ്രാം കാണുമ്പോൾ, കർത്താവേ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു, കർത്താവേ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. എന്നാൽ തകർന്നിരിക്കുന്ന ദാവീദിനെ പോലെ തകർന്നിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൂത് പറയുകയാണ്, നീ രാത്രി മുഴുവനും അധ്വാനിച്ചെങ്കിൽ നീ ഇന്ന് ആഴത്തിലേക്ക് വലയിറക്കുവിൻ എന്ന് വെച്ചാൽ, ദൂത് പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു പുതിയ പ്രാർത്ഥന മനുഷ്യനാകുവാൻ നീ തീരുമാനമെടുത്താൽ, അബുന ലക്കുസെ തോരിയ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി ശിമിയോൻ്റെ പടകിനെ നിറച്ച ആ യേശു കർത്താവ് നിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ അസമാധാനങ്ങളെ മാറ്റി, കുടുംബത്തിൻ്റെ ഫൈനാൻസ് മേഖലയുടെ അവസ്ഥകളെ എല്ലാം മാറ്റി ഒരു നിറവിൻ്റെ അവസ്ഥയെ നൽകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, അത് രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഒരു മുക്കുവനെ സംബന്ധിച്ചോളം വളരെ നിരാശയാണ്, വളരെ പ്രയാസമാണ്. കാരണം ഓരോ മുക്കുവനും താൻ മത്സ്യബന്ധനത്തിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ 2-3 ദിവസം മുമ്പ് കാര്യങ്ങൾ ക്രമപ്പെടുത്തണം, വല നന്നാക്കണം, അത് കയർ ശരിയാക്കണം, അതുപോലെ തന്നെ പടകിൻ്റെ കാര്യങ്ങൾ നന്നാക്കണം. പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ അത് ആഹാര കാര്യങ്ങൾ ക്രമപ്പെടുത്തണം. ഇന്ന് ആധുനിക കാലമാകുമ്പോൾ ഡീസലും പെട്രോളും എല്ലാം ശേഖരിക്കേണ്ട ഒരവസ്ഥയാണ്. എന്നാൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ അത് യന്ത്രവൽക്കരണ ബോട്ടുകളില്ലായിരുന്നു. എന്നാൽ അവർ ഒരു ദിവസം മത്സ്യം പിടിക്കണമെങ്കിൽ പല ദിവസവും അതിൻ്റെ പിന്നിൽ ചില അധ്വാനങ്ങളുണ്ട്. ഒരു മുക്കുവനെ സംബന്ധിച്ചോളം രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച്
ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ആ പടകിനുള്ളിൽ ഒരിക്കലും ഒരു മനുഷ്യനെ കയറ്റത്തില്ല. എന്നാൽ ശിമയോനും കൂട്ടർക്കും യേശുവിനെ അറിയാവുന്നതുകൊണ്ട് അത് ആ പടകിൽ കയറ്റി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിയാത്ത വ്യക്തിയാണ്. എന്നാൽ നിൻ്റെ ഹൃദയമായ പടകിൽ ആ യേശുവിനെ ഇന്ന് നീയൊന്ന് കയറ്റുവാൻ, നീയൊന്ന് ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തീരുമാനമെടുത്താൽ, അതേ ശിമിയോൻ്റെ പടകിനെ നിറച്ചവനായ യേശു നിൻ്റെ പടകും നിറയ്ക്കും. അവൻ അത്ഭുത മന്ത്രിയാം ദൈവമാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. ഈ പ്രോഗ്രാം കാണുമ്പോൾ നിരാശയോടെ കുടുംബത്തിന് അസമാധാനങ്ങളും കലഹങ്ങളും സൗഖ്യമില്ലാത്ത അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇന്ന് സമാധാനവും സൗഖ്യവും നൽകുന്ന ദൈവത്തിൻ്റെ കരം, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു. ആ വീര്യം പ്രവർത്തിക്കുന്ന കരം ഇന്ന് അനേക കുടുംബങ്ങളിൽ ഇന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരം. അതേ ശിമിയോൻ്റെ പടകിനെ നിറച്ചവനായ ദൈവം ഇന്ന് കണ്ണുനീരോടെ നിലവിളിക്കുന്ന അനേകരുണ്ട്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന നീ കാണുന്നില്ലയോ? എൻ്റെ പ്രയാസം നീ കാണുന്നില്ലയോ? എൻ്റെ തകർച്ച നീ കാണുന്നില്ലയോ? എൻ്റെ രോഗാവസ്ഥയെ നീ കാണുന്നില്ലയോ? എൻ്റെ ബിസിനസ് തകർച്ചയെ നീ കാണുന്നില്ലയോ? എൻ്റെ കുഞ്ഞുങ്ങളെ നീ കാണുന്നില്ലയോ? ഞാൻ മക്കളില്ലാത്തത് നീ കാണുന്നില്ലയോ? കർത്താവേ, എനിക്കൊരു ഭവനമില്ലാത്തത് നീ കാണുന്നില്ലയോ എന്ന് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ, നിൻ്റെ ജീവിതത്തിൽ അല്പം താമസിച്ചാലും അതേ നീ ഏത് വിഷയത്തിന് മേൽ ഭാരപ്പെടുന്നുവോ ആ വിഷയത്തിലെല്ലാം കർത്താവ് ഇന്ന് വഴികളെ വാതിലുകളെ തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കരുത്. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് ദാവീദിൻ്റെ ജീവിതത്തിലുള്ള ഒരു പശ്ചാത്തലമാണ്. വരുന്ന ദിവസങ്ങളിൽ സങ്കീർത്തനം എടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ വചന മുഖാന്തരം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വന്നു കേട്ട വചനങ്ങൾ അനേകരുടെ ജീവിതം തകർച്ചകളുള്ള കുടുംബങ്ങൾ, അസമാധാനങ്ങൾ മാറി സമാധാനത്തെ കൽപ്പിക്കുന്നു. കുടുംബത്തെയെല്ലാം അനുഗ്രഹിക്കുന്നു. കുടുംബ മണ്ഡലങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ഭയപ്പെടുത്തുന്ന അന്ധകാര ശക്തികൾ മാറട്ടെ. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ വചന മുഖാന്തരം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.